ഒരിക്കൽ പണ്ടുകാലത്ത് നമ്മുടെ ഈ കേരളം ഇന്ന് കാണുന്നത് പോലെ അല്ലായിരുന്നത്രേ. വലിയ കടലും ഉയരം കൂടിയ മലകളും ഇടതൂർന്ന കാടുകളും മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. മനുഷ്യവാസം ഒന്നും അത്ര കാര്യമായിട്ടുണ്ടായിരുന്നില്ല. അക്കാലത്ത് ഭഗവാൻ പരശുരാമൻ എന്നു പേരുള്ള ഒരു വലിയ മുനിയുണ്ടായിരുന്നു. അദ്ദേഹം വളരെ ശക്തനും ധീരനുമായിരുന്നു. അദ്ദേഹത്തിന് ഒരു മഴു ഉണ്ടായിരുന്നു. അത് അദ്ദേഹം എവിടെ എറിഞ്ഞാലും അവിടെ പുതിയ ഭൂമി ഉണ്ടാകുമായിരുന്നു എന്നാണ് കഥ. ഒരിക്കൽ പരശുരാമൻ തൻ്റെ മഴു എടുത്ത് ശക്തിയായി കടലിലേക്ക് എറിഞ്ഞു. ആ മഴു ചെന്നു വീണ സ്ഥലമെല്ലാം അത്ഭുതകരമായി പൊങ്ങി വന്നു. അങ്ങനെയാണ് നമ്മുടെ ഈ മനോഹരമായ കേരളം ഉണ്ടായതെന്നാണ് പഴമക്കാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിന് പരശുരാമൻ്റെ മണ്ണ് എന്നും പേരുണ്ട്. ഈ കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നില്ലേ? ഒരു മഴു എറിഞ്ഞപ്പോൾ ഇത്രയും വലിയ നാടുണ്ടായെന്ന് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമാണ് അല്ലേ? എന്നാൽ ഈ കഥ വെറും ഒരു കഥ മാത്രമല്ല. ഇതിന് പിന്നിലെ നമ്മുടെ നാടിൻ്റെ ഭൂമിശാസ്ത്രപരമായ ചില കാര്യങ്ങളുമുണ്ട്. പണ്ടുകാലത്ത് കടൽ പിൻവാങ്ങിയെന്നും പുതിയ മണ്ണും കുന്നുകളും ഉയർന്നുവെന്നും ശാസ്ത്രജ്ഞന്മാർ പറയുന്നു. ആ മാറ്റങ്ങൾ ഒരുപാട് കാലം കൊണ്ടാണ് സംഭവിച്ചത്. നമ്മുടെ കേരളത്തിൽ കാണുന്ന മലനിരകളും സമതലങ്ങളും കായലുകളും പുഴകളും എല്ലാം പണ്ടുകാലത്ത് കടലിൻ്റെ ഭാഗമായിരുന്നു എന്നാണ് ചില പഠനങ്ങൾ പറയുന്നത്. കാലക്രമേണ ഈ പ്രദേശം കരയായി മാറുകയായിരുന്നു. പരശുരാമൻ മഴു എറിഞ്ഞ കഥ ഒരുപക്ഷേ ഈ മാറ്റങ്ങളെക്കുറിച്ചുള്ള ഓർമ്മയായിരിക്കാം. പണ്ടുള്ള ആളുകൾക്ക് ഈ വലിയ മാറ്റങ്ങളെക്കുറിച്ച് ലളിതമായ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ ഉണ്ടാക്കിയ ഒരു കഥയായിരിക്കാം ഇത്. കേരളത്തിൽ ആദ്യം താമസമാക്കിയത് ആരായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? പണ്ടുകാലത്ത് ഇവിടെ പലതരം ഗോത്രവർഗ്ഗക്കാർ താമസിച്ചിരുന്നു. അവർ കാടുകളിലും മലകളിലുമായിരുന്നു ജീവിച്ചിരുന്നത്. അവർക്ക് ഈ മണ്ണിനെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും നല്ല അറിവുണ്ടായിരുന്നു. പിന്നീട് മറ്റു പല നാടുകളിൽ നിന്നും ആളുകൾ കച്ചവടത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി കേരളത്തിലേക്ക് വന്നു തുടങ്ങി. അങ്ങനെ പല സംസ്കാരങ്ങൾ ഇവിടെ ഒത്തുചേർന്നു. അറബികൾ, റോമാക്കാർ, ചൈനക്കാർ തുടങ്ങി പല രാജ്യങ്ങളിൽ നിന്നുള്ളവരും ഇവിടേക്ക് വന്നിട്ടുണ്ട്. അവരുടെ എല്ലാം വരവും പോക്കും നമ്മുടെ നാടിൻ്റെ ചരിത്രത്തെയും സംസ്കാരത്തെയും ഒരുപാട് സ്വാധീനിച്ചു. പലതരം ഭാഷകളും ഭക്ഷണ രീതികളും വസ്ത്രധാരണ രീതികളും ഇവിടെ രൂപപ്പെട്ടു. നമ്മുടെ കേരളത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഇവിടുത്തെ കാലാവസ്ഥ വളരെ മനോഹരമാണ്. പച്ചപ്പ് നിറഞ്ഞ കുന്നുകളും തെളിനീരൊഴുകുന്ന പുഴകളും ശാന്തമായ കായലുകളും നീണ്ട കടൽ തീരങ്ങളും ഒക്കെ ചേർന്നതാണ് നമ്മുടെ നാട്. കേരളത്തിലെ ആളുകൾ വളരെ സ്നേഹമുള്ളവരും അതിഥിപ്രിയരുമാണ്. ഇവിടെ വരുന്ന എല്ലാവരെയും സന്തോഷത്തോടെ സ്വീകരിക്കാനും സഹായിക്കാനും അവർ തയ്യാറാണ്. നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങളും ആഘോഷങ്ങളും വളരെ പ്രശസ്തമാണ്. ഓണം, വിഷു, ക്രിസ്മസ്, ഈദ് തുടങ്ങി പലതരം ആഘോഷങ്ങൾ നമ്മൾ ഒരുമിച്ച് സന്തോഷത്തോടെ ആഘോഷിക്കുന്നു. ഈ ആഘോഷങ്ങളെല്ലാം നമ്മുടെ നാടിൻ്റെ ഐക്യവും സ്നേഹവും കാണിക്കുന്നു. കേരളത്തിന് സ്വന്തമായൊരു ഭാഷയുണ്ട്, മലയാളം. ഈ ഭാഷ വളരെ മനോഹരവും ശ്രുതിമധുരവുമാണ്. ഒരുപാട് കവികളും എഴുത്തുകാരും ഈ ഭാഷയിൽ മനോഹരമായ കവിതകളും കഥകളും എഴുതിയിട്ടുണ്ട്. നമ്മുടെ കേരളത്തിന് ഒരുപാട് ചരിത്രമുണ്ട്. പഴയ രാജാക്കന്മാരും അവരുടെ ഭരണത്തെക്കുറിച്ചുമെല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. ഓരോ കാലഘട്ടത്തിലും നമ്മുടെ നാടിന് അതിൻ്റേതായ കഥകൾ പറയാനുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിലും കേരളത്തിലെ ആളുകൾ വലിയ പങ്ക് വഹിച്ചു. നമ്മുടെ നാടിന് വേണ്ടി പോരാടിയ ധീരന്മാരെ നമ്മൾ ഒരിക്കലും മറക്കരുത്. അവരുടെ ത്യാഗമാണ് ഇന്ന് നമുക്ക് ഈ സ്വാതന്ത്ര്യം നൽകിയത്. കാലം ഒരുപാട് കഴിഞ്ഞുപോയി. നമ്മുടെ കേരളവും ഒരുപാട് മാറി. എങ്കിലും നമ്മുടെ മണ്ണിൻ്റെ സൗന്ദര്യവും നമ്മുടെ സംസ്കാരത്തിൻ്റെ തനിമയും ഇന്നും നിലനിൽക്കുന്നു. നമ്മളതിനെ സംരക്ഷിക്കണം. അതുകൊണ്ട് കൂട്ടുകാരെ, നമ്മുടെ ഈ കൊച്ചു കേരളം വെറുമൊരു സ്ഥലമല്ല. അതിനൊരുപാട് പഴക്കമുള്ള കഥയുണ്ട്, ഒരുപാട് പ്രത്യേകതയുണ്ട്. നമ്മുടെ നാടിനെ സ്നേഹിക്കുക, അതിൻ്റെ പൈതൃകം കാത്തു സൂക്ഷിക്കുക എന്നത് നമ്മുടെ എല്ലാം കടമയാണ്. പരശുരാമൻ മഴു എറിഞ്ഞ കഥ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഈ മണ്ണ് നമുക്ക് വെറുതെ കിട്ടിയതല്ല. അതിന് പിന്നിൽ ഒരുപാട് ചരിത്രവും പ്രകൃതിയുടെ മാറ്റങ്ങളുമുണ്ട്. നമ്മുടെ നാടിനെക്കുറിച്ച് കൂടുതൽ അറിയാനും സ്നേഹിക്കാനും ശ്രമിക്കുക. നമ്മുടെ കേരളം എന്നും പച്ചപ്പോടെയും സന്തോഷത്തോടെയും നിലനിൽക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മനോഹരമായ നാട്ടിൽ ജനിച്ചതിൽ നമുക്ക് അഭിമാനിക്കാം. ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കാൻ തോബിൻ ഷെഡാൻ ടീം എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.